എല്ലാവർക്കും ഒരുപാട് സ്നേഹത്തോടെ മിനീസ് കിച്ചണിലേക്ക് ഹാർദമായ സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടാതെ താഴെ കാണുന്ന ബെൽ ബട്ടണിലെ ആൾ എന്ന ഓപ്ഷൻ കൂടി ഇനേബിൾ ചെയ്യുമല്ലോ. എന്നാലേ നമ്മളിടുന്ന വീഡിയോസിൻ്റെ തുടർ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്കുടനെ ലഭിക്കുകയുള്ളൂ. പായസം തയ്യാറാക്കാം. ഇതിനുമുമ്പ് കടുംമധുര പായസം നമ്മൾ ഉണ്ടാക്കിയിരുന്നു. ഇന്നുണ്ടാക്കുന്നത് പച്ചരിയും പയറും ചേർന്നൊരു പായസമാണ്. ഇതിന് 1/2 കപ്പ് ഉണക്കലരിയും 1/4 കപ്പ് ചെറുപയർ പരിപ്പും എടുക്കുക. ഇനി ഇത് രണ്ടും ഒരു പാത്രത്തിലേക്കിട്ട് 2-3 പ്രാവശ്യം കഴുകിയെടുക്കുക. കുക്കറിലാണ് നമ്മൾ ഈ പായസം തയ്യാറാക്കുന്നത്. കുക്കറിലേക്ക് കഴുകിയ അരിയും പയറും ചേർത്ത് കൊടുക്കുക. 1/2 കപ്പ് അരിയും 1/4 കപ്പ് പയറിനും കൂടി 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി കുക്കർ അടച്ച് ഗ്യാസിൽ വെച്ച് 3 വിസിൽ വരെ വേവിക്കുക. അതിനുശേഷം ഗ്യാസ് ഓഫ് ചെയ്ത് കുക്കർ തണുക്കാൻ വെക്കാം. ഈ സമയം നമ്മൾക്ക് ഗ്യാസ് കത്തിച്ച് ഒരു പാൻ വെച്ച് 1 കപ്പ് തേങ്ങ 1 സ്പൂൺ നെയ്യും ചേർത്ത് വറുത്ത് വയ്ക്കാം. പച്ച തേങ്ങ ചേർക്കുന്നതിനേക്കാൾ സ്വാദാണ് നെയ്യിൽ വഴറ്റി ചേർക്കുമ്പോൾ. തേങ്ങ ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയാൽ മതി. ഇനി ഗ്യാസ് ഓഫ് ചെയ്ത് വറുത്ത തേങ്ങ മാറ്റി വയ്ക്കാം. ആവിയെല്ലാം പോയി കുക്കർ തണുത്തതിന് ശേഷം തുറക്കുക. അരിയും പയറും കറക്റ്റായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് ഉടച്ചു കൊടുക്കുക. ചൂടോടെ ഉടച്ചു കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് മാഷായി വരും. ഇനി അരിയും പരിപ്പും കുക്കറിൽ നിന്നും അടികട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അതിനുശേഷം ഗ്യാസ് കത്തിച്ച് പാത്രം വെച്ച് അതിലേക്ക് 1 കപ്പ് ശർക്കര ചേർത്ത് കൊടുക്കുക. അച്ചുവെല്ലമാണെങ്കിൽ 4 അച്ചെടുത്ത് 1/4 കപ്പ് വെള്ളമൊഴിച്ച് ഉരുക്കി അരിച്ചു ചേർക്കുക. കല്ലും മണ്ണുമില്ലാത്ത ശർക്കര ആയതുകൊണ്ടാണ് നേരിട്ട് ചേർക്കുന്നത്. ശർക്കര ചേർത്ത് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം വറുത്ത് വെച്ച തേങ്ങ ചേർത്ത് കൊടുക്കുക. ഇനി 1 സ്പൂൺ ഏലയ്ക്ക പഞ്ചസാര ചേർത്ത് പൊടിച്ച പൊടി ചേർത്ത് കൊടുക്കുക. വാങ്ങി വെച്ച് നെയ്യിൽ വറുത്ത അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും നെയ്യോടുകൂടി ചേർക്കുക. 1 സ്പൂൺ എക്സ്ട്രാ നെയ്യ് കൂടി ചേർക്കാം. ഇനി ഇതിലേക്ക് നമ്മളൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് കൂടി ചേർക്കുന്നുണ്ട്. എഡിബിൾ ക്യാംഫറാണിത്. നമ്മൾ പൂജയ്ക്ക് കത്തിക്കുന്ന കർപ്പൂരമല്ല ഇത്. ആരും ആ കർപ്പൂരം എടുത്ത് പായസത്തിലിടരുത്. പച്ചക്കർപ്പൂരം ആയുർവേദ മരുന്ന് കടകളിലും ഷോപ്പുകളിലും ഓൺലൈനിലൂടെയും വാങ്ങിക്കാം. 1 നുള്ള് ചേർത്താൽ മതി. പച്ചക്കർപ്പൂരം ഒന്ന് പൊടിച്ച് ചേർത്ത് കൊടുക്കുക. ലഡുവിലും നമ്മൾ പച്ചക്കർപ്പൂരം ചേർക്കാറുണ്ട്. നല്ല സ്വാദിഷ്ടമായ അരി പരിപ്പ് പായസം റെഡി. നിങ്ങൾക്കിഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. വീണ്ടും മറ്റൊരു നല്ല വിഭവവുമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സപ്പോർട്ടിങ്.